നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. പ്രധാന വാർത്തകൾ. കണ്ണൂർ DCC പ്രസിഡന്റ് പി രാമകൃഷ്ണൻ വാപോയ കോടാലിയാണെന്ന് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ. കെ സുധാകരൻ പറഞ്ഞാൽ തെറിക്കുന്ന കസേരയാണ് DCC പ്രസിഡന്റിന്റേതെന്നും ഷംസീർ. തലശ്ശേരി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഇരിട്ടിയിലെ കെട്ടിടവും സ്ഥലവും ലേലം ചെയ്യാനുള്ള നീക്കം നിക്ഷേപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. ജോയിന്റ് രജിസ്ട്രാറും ഭരണസമിതിയും ഒത്തുകളിക്കുകയാണെന്ന് ആക്ഷൻ കൌൺസിൽ. വൈത്തൂർ കാലിയാർ റൂട്ടുത്സവം വലിയ തിരുവത്താഴത്തിനുള്ള അരിയുമായി കുടകരെത്തി. വാർത്തകൾ വിശദമായി. കണ്ണൂർ DCC പ്രസിഡന്റ് പി രാമകൃഷ്ണൻ വാപോയ കോടാലിയാണെന്ന് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ പറഞ്ഞു. കെ സുധാകരൻ പറഞ്ഞാൽ ഏത് സമയവും തെറിക്കുന്ന കസേരയാണ് കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനമെന്നും ഇരട്ടിയിൽ യൂത്ത് കോൺഗ്രസ് അക്രമത്തിനെതിരെ CPM സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ഷംസീർ പറഞ്ഞു. ഇവിടെ പ്രതിഷേധിച്ചു പറയുന്ന പി രാമകൃഷ്ണൻ മൂപ്പർ വായപോയ കോടാലിയാണ്. മൈക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് അടിച്ചോളും. സ്വന്തം പാർട്ടിയിൽ പോലും തീർപ്പില്ല. സ്വന്തം പാർട്ടിയിൽ പോലും 4 നേതാക്കന്മാരുടെ പിന്തുണയില്ലാത്ത നേതാവാണ് പി രാമകൃഷ്ണൻ. പി രാമകൃഷ്ണൻ DCC പ്രസിഡന്റായത് സുധാകരൻ പറയും ഇപ്പൊ തെറിപ്പിക്കും. അദ്ദേഹം പ്രതിഷേധ യോഗത്തിലേക്ക് ഓടി വന്നത് കാരണം എന്താ? ഇപ്പൊ കോൺഗ്രസിനകത്ത് സുധാകരനും അതുപോലെ പി രാമകൃഷ്ണൻ തമ്മിൽ വലിയ വൈരുദ്ധ്യമാണ്. വലിയ വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ മനസ്സിനകത്ത് സങ്കല്പിച്ചിരുന്നറിയോ? ഇപ്പൊ പ്രതിഷേധിക്കുന്നത് സുധാകരനെതിരായിട്ടാണ്. ഇന്നലെ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കെതിരെ കുറെ പ്രതിഷേധ പ്രസംഗം നടത്തുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത്, അദ്ദേഹത്തിന്റെ അബോധ മനസ്സിനകത്തുള്ളത് സുധാകരനെതിരായി പ്രസംഗിക്കുന്നത് വിചാരിച്ചിട്ടാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ ആളുകൾ പറഞ്ഞു വരും, നിങ്ങൾ പ്രസംഗിക്കുമ്പോ സുധാകരനെതിരായിട്ട് പ്രസംഗമായിട്ട് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഇന്നലെ ഫുൾ സിംഗിനെന്ന് പ്രസംഗിച്ചത്. 4 ആളുടെ പിന്തുണയില്ലാത്ത പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വായപോയ കോടാലി CPM-നെതിരെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ വായക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന മട്ടിൽ പലതും ഒഴിച്ചു കൂടിയല്ലോ. ഇവിടെ കോൺഗ്രസ് ആരാ? ഗാന്ധിയന്മാരുടെ പാർട്ടിന്ന. ഞങ്ങൾ ഗാന്ധിയന്മാരൊന്നുമില്ല. ഇടത്തേക്ക് അവിടെ തെളിച്ച വലത്തേക്ക് അവിടെ തട്ടിക്കൊടുക്കുന്നവരല്ല. ശരീരം വേദനിച്ച ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾ ഒരിക്കലും ആരെയും കടന്നാക്രമിക്കാൻ പോവാറില്ല. കെ ശ്രീധരൻ, BK ഖാദർ, B ഷംസുദ്ദീൻ, PP ഉസ്മാൻ എന്നിവർ പ്രസംഗിച്ചു. P വിജയൻ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തലശ്ശേരി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഇരിട്ടിയിലെ കെട്ടിടവും സ്ഥലവും ലേലം ചെയ്യാനുള്ള നടപടി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ചു. ജോയിന്റ് രജിസ്ട്രാറും സൊസൈറ്റി ഭരണസമിതിയും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് നിക്ഷേപകരുടെ ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ വേറെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇതേ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വ്യക്തമായ ഒരു അന്വേഷണം. ആരൊക്കെ ഇത് തിന്നു? പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി കടം കൊടുക്കുകയും കടം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു ബാങ്കോ ഒരു സൊസൈറ്റി ആണെങ്കിൽ നഷ്ടം വരാം. നിങ്ങളോ ഞാനോ വാങ്ങുന്ന കടം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്താണെന്നാൽ കൃഷിക്കാരെ കയ്യിൽ നിന്ന് റബ്ബർ വാങ്ങി അത് വിൽപ്പന നടത്തി. റബ്ബർ വാങ്ങുകയും വിൽപ്പനയും നടത്തിക്കഴിഞ്ഞാൽ അതിന് നഷ്ടം വരുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു പരിധിയില്ലേ? ഇതെങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു? ഇവിടെ കൊണ്ടുവച്ച റബ്ബർ വിറ്റിട്ട് അവരോട് പറയുന്നത് നാളെ തരാം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? പിന്നെ അതിലൊരു ചോദ്യമുണ്ട്, നിങ്ങളിതിനെ ഇത്രയും കാലം താമസിച്ചെന്ന്. വൈത്തൂർ കാലിയാർ ഊട്ടുത്സവത്തിനുള്ള വലിയ തിരുവത്താഴത്തിനുള്ള അരിയുമായി കുടകിലെത്തി. കാളപ്പുറത്ത് വ്യാഴാഴ്ചയാണ് കുടകിൽ നിന്നുള്ള സംഘം അരിയുമായി എത്തിയത്. വ്യാഴാഴ്ചയാണ് കുടകിൽ നിന്നുള്ള അരിയുമായി കുടകരെത്തിയത്. വെള്ളിയാഴ്ച വലിയ തിരുവത്താഴത്തിന് ഈ അരി അളക്കും. തുടർന്ന് കുടകരുടെ തുടികൊട്ടിപ്പാട്ട് നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ K കരുണാകരൻ അധ്യക്ഷനായിരിക്കും. ഇരട്ടി DYSP PC ബാബു മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും പേരാവൂർ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തിൽ ഇരിട്ടിയിൽ വ്യവസായ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റോസ ഉദ്ഘാടനം ചെയ്തു. ഇച്ഛാശക്തി ഉണ്ടാകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ഭാഗം ചേർത്ത് പറഞ്ഞ കാക്കേങ്ങാട് പാല ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള കബഡി മത്സരം ഈ മാസം 26-ന് പാലയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു അഖില കേരള കബഡി ടൂർണമെന്റാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അത് ജനുവരി 26-നാണ്. നോക്കൌട്ട് മത്സരമാണ്. കേരളത്തിലെ ഏകദേശം 8ഓളം പ്രമുഖ ടീമുകൾ പങ്കെടുത്ത് വരുന്നൊരു മത്സരമാണിത്. അപ്പം ഇത് നടത്താൻ കാരണം
വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ജില്ലാ പ്രസിഡന്റും പ്രമുഖ വ്യവസായിയും കേരള ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ LV ഉമ്മർ കുഞ്ഞിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ജില്ലയിൽ വ്യാഴാഴ്ച രാവിലെ 11 മണി വരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. പേരാവിൽ നടന്ന അനുശോചന യോഗത്തിൽ KK രാമചന്ദ്രൻ, ജോസഫ് പള്ളിക്കുടി, ബഷീർ എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി ആളുകൾ കാലയവനിലേക്കുള്ളിൽ കടന്നുപോയപ്പോഴും ഈ സംഘടനയോടൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് സംഘടനയോടൊപ്പം ജീവിച്ച ആളാണ് LV. അദ്ദേഹത്തെ പോലുള്ള സമാരാധ്യനായ ഒരു നേതാവിനെ നഷ്ടപ്പെടുക എന്നത് കണ്ണൂർ ജില്ലയിലെ ഇതിന്റെ നേതൃത്വത്തിന് വരുന്ന ഏറ്റവും വലിയ ദുരന്തവും ദുഃഖവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കണിച്ചാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയുടെയും തൈപ്പൂയ മഹോത്സവത്തിന്റെയും ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചാണപ്പാറ ശ്രീദേവി ക്ഷേത്രം, നാനാനിപ്പൊയിൽ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രകൾ കണിച്ചാർ ചെങ്ങോം കവലിയിൽ സംഗമിച്ച് ക്ഷേത്രത്തിലെത്തി. കരിക്കോട്ടക്കരയിൽ പാൻ മസാലയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മ. രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരികൾ, വിദ്യാലയങ്ങൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നാടിനെ ലഹരി വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങൾ നശിപ്പിച്ചത്. കടകളിൽ വിൽപ്പന നടത്തിയിരുന്ന പാൻ മസാലകളും ലഹരി പാനീയങ്ങളും വിലയ്ക്ക് വാങ്ങി പൊതുജനമധ്യത്തിൽ വെച്ച് നശിപ്പിക്കുകയായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്താൻ പാടില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കരിക്കോട്ടക്കരി ഹൈസ്കൂൾ അധ്യാപകരും PTA കമ്മിറ്റിയും വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ചേർന്ന് തീരുമാനമെടുത്തു. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. മദ്യവുമായും മയക്കുമരുന്നുമായും ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിനകത്ത് ഏറെ സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ വളർന്നു വരികയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ഈ മാസം 23, 24 തീയതികളിൽ മാലൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ കാർഷിക സർവകലാശാല അധ്യാപകൻ ഡോക്ടർ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ഭക്ഷ്യസുരക്ഷയും അന്താരാഷ്ട്ര കരാറുകളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. വൈത്തൂർ ഊട്ടുത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി ബേബി ഉദ്ഘാടനം ചെയ്തു. ശിവക്ഷേത്രത്തിൽ ഒരു കൂട്ടായ്മ വന്നു ചേർന്നിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം കണിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയുടെയും തൈപ്പൂയ മഹോത്സവത്തിന്റെയും ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് ആചാര്യവർണ്ണം നടന്നു. പൂർണ്ണകുംഭം, വാദ്യമേളം, മുത്തുകുട, പൂത്താലം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ചടങ്ങ്. കേളകം സെന്റ് തോമസ് ഹൈസ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഗീവർഗീസ് മാർ പോളികാർപ്പസ് മെത്രോപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജോസ് മാത്യു, PK റോസ, സണ്ണി ജോസഫ് എന്നീ അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജെയിംസ് ചെല്ലങ്കോട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷീബ ബെന്നി അധ്യക്ഷത വഹിച്ചു. ചരമം ചെമ്പേരിയിലെ പരേതനായ മടത്തിശ്ശേരി ജോസഫിന്റെ ഭാര്യ റോസമ്മ നിര്യാതയായി 70 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ DCC പ്രസിഡന്റ് P രാമകൃഷ്ണൻ വാപോയ കോടാലിയാണെന്ന് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ. K സുധാകരൻ പറഞ്ഞാൽ തെറിക്കുന്ന കസേരയാണ് DCC പ്രസിഡന്റിന്റേതെന്നും ഷംസീർ. തലശ്ശേരി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഇരിട്ടിയിലെ കെട്ടിടവും സ്ഥലവും ലേലം ചെയ്യാനുള്ള നീക്കം നിക്ഷേപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. ജോയിന്റ് രജിസ്ട്രാറും ഭരണസമിതിയും ഒത്തുകളിക്കുകയാണെന്ന് ആക്ഷൻ കൌൺസിൽ. വൈത്തൂർ കാലിയാർ ഊട്ടുത്സവം വലിയ തിരുവത്താഴത്തിനുള്ള അരിയുമായി കുടകരെത്തി. ന്യൂസ് ടൈം സമാപിക്കുന്നു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.